ദേവു, സത്യം പറ. നീ ഇന്ന് ആരുടെ കൂടെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്ന? ഞാനോ ചേച്ചി? അതെ, നീ ഇന്ന് ആരുടെ പുറകിലാ ബൈക്കിൽ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നത്? അതെന്റെ ഒരു ഫ്രണ്ടാ ചേച്ചി. വെറും ഫ്രണ്ട് അല്ലാന്ന് നിന്റെ മുഖം കണ്ടറിയാം. സത്യം പറ, ആരാ അത്? അത് ഞാൻ പ്രണയിക്കുന്ന ആളാ ചേച്ചി. പ്രണയിക്കുന്ന ആളോ? നിനക്ക് എവിടുന്ന പരിചയം? സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടത്. നല്ലവനാ അദ്ദേഹം. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ദേവുവിനെയും ദേവുവിന്റെ കാമുകനെയും കൂടിയിട്ട് രേവതി കയ്യോടെ ടൗണിൽ വെച്ച് കാണുന്ന ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ വരുന്നുണ്ട്. രേവതി ദേവുവിനെ ചോദ്യം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവു അരുണിന്റെ അമ്മേനെ കാണാൻ പോവാണ്. അരുണിന്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മയെ കാണുമ്പോൾ ദേവു, മോളെ നിന്നെ എത്ര ദിവസമായി കണ്ടിട്ട് പറഞ്ഞിട്ട് അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ്. അങ്ങനെ അവരുടെ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ അരുൺ അകത്തുനിന്ന് വരികയാണ്. അമ്മേനെ കാണാൻ വരവന്നെയുള്ളൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കില്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവു പറയണം, ഒക്കെ ശരിയാവും അമ്മ, അമ്മയ്ക്കേ വയ്യല്ലോ, അമ്മ ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കില്ലേ, അമ്മ നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, വയ്യ മോളെ, എന്നാലും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ മോൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്ന്. അപ്പം അരുൺ പറയണ, കല്യാണം നടന്നു കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം? കെട്ടാൻ പോണ പെണ്ണിന് ആഗ്രഹം വേണ്ടേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവുവിനോട് പറയും, ദേവു മോളെ നീ എന്തിനാ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം, നമുക്കത് വേഗം നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അരുണിൻ്റെ അമ്മ. അപ്പോൾ ദേവു പറയാണ്, സമയമായിട്ടില്ലേ അമ്മേ, സമയമാകുമ്പോൾ ഞാൻ പറയാം, കുറച്ചും കൂടി അമ്മ കാത്തിരിക്കും, വലിയ താമസമില്ലാതെ കല്യാണം നടക്കും, അതുവരെ ഒന്ന് ക്ഷമിക്കുക, എനിക്ക് വീട്ടിൽ അവതരിപ്പിക്കാൻ ഒരു സമയം വേണം എന്നൊക്കെ പറയണം. ശരി മോളെ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എന്നാൽ അങ്ങനെ ആവട്ടെ. മോളെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. വേണ്ട അമ്മേ, ചായ ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങാൻ നിൽക്കാൻ പറയുമ്പോൾ, അതൊന്നും പറ്റില്ല, ഇവിടെ വന്നിട്ട് നീ ചായ കുടിക്കാതെ പോവാ, നീ ഇവിടെ ഇരിക്കുക, അമ്മ ചായ ഉണ്ടാക്കിയിട്ട് വരാൻ പറയുമ്പോൾ പറയും, വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാൻ പറയുമ്പോൾ, അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ദേവുവിനെ അവിടെ ഇരുത്തിയിട്ട് ദേവുവിൻ്റെ അമ്മ, അതായത് അരുണിൻ്റെ അമ്മ ചായ ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. അപ്പോൾ അരുൺ പറയാണ്, കേട്ടില്ലേ, അമ്മയ്ക്ക് കല്യാണം നടക്കണം എന്ന് ആഗ്രഹം, നിനക്ക് മാത്രം ആഗ്രഹമില്ലാത്ത. ഇപ്പം അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണോ ഉഴപ്പണത് എന്നാണ് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനല്ല നീയാ ഉഴപ്പണമെന്ന് പറയുമ്പോൾ ദേവു പറയും, ഒക്കെ നടക്കും എന്ന് പറയുമ്പോൾ അരുൺ പറയും, വേറെ കുട്ടികളെ കിട്ടാഞ്ഞിട്ടല്ലല്ലോ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ ദേവു പറയും, അങ്ങനെ വല്ലവരും കെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ കൊല്ലും എന്നൊക്കെ പറയണം. അങ്ങനെയൊന്നും ഉണ്ടായില്ല മോളെ, ഞാൻ ഈ ജന്മത്തിൽ കല്യാണം കഴിക്കണത് നിന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അപ്പോൾ ദേവു പറയണം, അതേ ഞാനും എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അരുണിൻ്റെ അമ്മ ചായയും കൊണ്ട് വരാം. മോളെ ചായ കുടിക്കുമ്പോൾ ചായയൊക്കെ കൊടുക്കാണ്ട് വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ദേവു ചായ കുടി കഴിയുമ്പോൾ പറയും, അമ്മേ ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ പറയണം, മോളെ അരുൺ കൊണ്ടുപോയാക്കി തരും പറയുമ്പോൾ, വേണ്ട ഞാൻ പൊക്കോളാം പറയുമ്പോൾ, ആളുകൾ എന്തെങ്കിലും പറയുന്നത് പേടിച്ചിട്ടാണോ? നീ എന്തിനാ പേടിക്കണേ? എന്തായാലും അവൻ കെട്ടാൻ പോണ പെണ്ണല്ലേ നീയെ, അവൻ കൊണ്ടുപോയാക്കി തരും എന്ന് പറയാണ്. അപ്പോൾ അരുൺ പറയണ, ശരി ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. അകത്തേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന ദേവുവിനെ കൊണ്ട് അരുൺ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ സ്കൂട്ടിയിൽ പൂ കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഒരു ഭാഗത്ത് വണ്ടി നിർത്തുന്ന സമയത്താണ് പെട്ടെന്ന് അരുണും ദേവും കൂടിയിട്ട് ബൈക്കിൽ പാസ് ചെയ്ത് പോകണ കാണുമ്പോൾ രേവതി പറയാണ്, ദൈവമേ ഇത് ദേവു അല്ലേ, അതാരാ വണ്ടി ഓടിക്കണ പയ്യൻ, ദേവു ഇങ്ങനെ കറങ്ങലില്ലല്ലോ, ദേവു ആരുടെ ബൈക്കിൻ്റെ പുറകിലായി പോണത് എന്നൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് രേവതി. അപ്പോൾ ദേവു പറയും അരുണിനോട്, ഇങ്ങനെ പോകുമ്പോൾ ദേവു പക്ഷേ രേവതിനെ കണ്ടിട്ടില്ല. ദേവു പറയും അരുണിനോട്, അതേ നിങ്ങളെല്ലാതും നോക്കണ പോലീസുകാരനല്ല അതേ, എന്നൊരു കാര്യം പറയട്ടെ, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല പറയുമ്പോൾ, എന്തൊരു പണിയാണ് നീ കാണിച്ചേ എന്നിട്ട് അരുൺ വണ്ടി നിർത്തുമ്പോൾ, എന്തിനാ വണ്ടി നിർത്തിയെ ചോദിക്കുമ്പോൾ പറയണം, അതേ നീ ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ച് പോക്കാം. അപ്പം അങ്ങനെയായോ, പിന്നല്ലാണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കണ ഒരു പോലീസുകാരനാണ്, എനിക്കിത് പറ്റില്ല, നീയേ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോട്ടോ എന്ന് പറയണം. അപ്പം ഇവർ കുറച്ച് നേരമായിട്ട് ആരുടെ കാറിൻ്റെ ബാക്കിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്? സച്ചിയുടെ കാറിൻ്റെ ബാക്കിലാണ് ദേവു അരുണും കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സച്ചി അത് കാണില്ല. സച്ചിയുടെ കാറിൽ വേറെ ഒരു ആളുണ്ട്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചിയോട്, സച്ചിയേട്ടാ എങ്ങനെയുണ്ട് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, ഓട്ടൊക്കെ ഇങ്ങനെ പോകണു എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി ആളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സച്ചിയുടെ വണ്ടിയുടെ തൊട്ട് ബാക്കിൽ ദേവു അരുണ് വരുന്നുണ്ടിട്ട് സച്ചിയുടെ കണ്ണാടി കൂടെ അവരെ കണ്ടെങ്കിലും സച്ചിയുടെ കണ്ണിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ കറക്റ്റ് സച്ചിയുടെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന ആളവിടെ ഇറങ്ങി സച്ചിനെ സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് തന്നെ ദേവും അരുണും കൂടി വണ്ടി കൊടുന്ന് നിർത്തുന്നത്, അരുൺ ദേവുവിനോട് ഓട്ടോ വിളിച്ച് പൊക്കോളാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും സച്ചി അരുണിനെ കാണുന്നില്ല. അങ്ങനെ അരുൺ യാത്ര പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോയി. ദേവു ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ദേവുവിനെ കാണുന്നത്. അപ്പോൾ സച്ചി അവിടെ നിന്ന് വിളിക്കുകയാണ്, ദേവു വിളിക്കുകയാണ്. അപ്പോൾ ദേവു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്, ദൈവമേ സച്ചിയേട്ടൻ അരുണിനെ കണ്ടിട്ടുണ്ടാവോ, ഈശ്വര പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. ഇവിടെ വാ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്താ സച്ചിയേട്ടൻ ചോദിക്കുമ്പോൾ, നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ,
പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാ പറയാണ്. ഇനിയിപ്പോൾ നീ എവിടേക്കാണ്, ഞാൻ വീട്ടിലേക്കാണ് പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യുന്ന ഇതിൽ കയറിക്കോ, ഞാൻ കൊണ്ടുപോയാക്കാൻ പറയും. അപ്പോൾ ദേവ് പറയും വേണ്ട സച്ചേട്ടാ, ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാൻ പറയുമ്പോൾ എന്തിനാ വെറുതെ ഓട്ടോയ്ക്ക് പൈസ കൊടുക്കണേ, വായോ ഞാൻ കൊണ്ടുപോയാക്കാൻ പറയുമ്പോൾ വേണ്ട സച്ചേട്ടാ, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പൈസ തരും പറയുമ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ സച്ചി യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ ദേവു പറയണം ഭാഗ്യം സച്ചിയേട്ടൻ കണ്ടില്ല, രക്ഷപ്പെട്ടു എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ദേവു. അങ്ങനെ സച്ചിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ രേവതിയുടെ കണ്ണിൽ നിന്ന് ദേവും അരുണും രക്ഷപ്പെട്ടിട്ടില്ല. ഈ സമയത്ത് ചന്ദ്രമതി ബാമേനെ കാണാൻ വേണ്ടി ബാമയുടെ വീട്ടിലേക്ക് പോവാണ്. ബാമയുടെ വീട്ടിൽ വന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ചന്ദ്രയെ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇവിടെ വന്നിരുന്നോ ചോദിക്കുമ്പോൾ ശ്രുതിയോ ഇല്ലല്ലോ, നിൻ്റെ കുടുംബത്തിനെ തകർത്തവളെ വഞ്ചിച്ചവളെ ഞാനെങ്ങനെ ഇവിടെ കയറ്റാന്നൊക്കെ നുണ പറയാണ് ബാമ. അപ്പോൾ കയറ്റാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അപ്പോൾ ബാമ ചോദിക്കും എന്താ ചന്ദ്രയെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കി വിടണം, എന്തായാലും അവനെ കൊണ്ട് വേറൊരു പെണ്ണ് കെട്ടിക്കണം. അത് നടക്കുമോ ചന്ദ്ര, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ശ്രുതി അതിന് സമ്മതിക്കും, അവളുടെ സമ്മതം ആർക്ക് വേണം, ഞാൻ എന്തായാലും അവനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കും എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അപ്പോൾ ബാമ പറയും അത് തെറ്റല്ലേ, അവളെ അറിയാതിരുന്നാൽ പോരെ, അതൊന്നും പറ്റില്ല ചന്ദ്ര, അങ്ങനെ കെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഡിവോഴ്സ് ആവണം എന്നൊക്കെ പറയാണ്. നീ എന്തായാലും ഒരു വക്കീലിനെ കണ്ടിട്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നടക്കും എന്നൊക്കെ പറയാണ് ബാമ. അപ്പോൾ ചന്ദ്രമതി ശരി ഞാൻ എന്തായാലും ഒരു വക്കീലിനെ കണ്ടിട്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ബാഗ് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ബാമ ആലോചിക്കുകയാണ് ദൈവമേ ഈ കാര്യങ്ങളൊക്കെ ഇനി ശ്രുതിയോട് വിളിച്ചു പറയണ്ടേ, ശ്രുതിയോട് വിളിച്ചു പറയാതിരുന്ന അവൾ ഇവിടെ വന്ന് കെട്ടി തൂങ്ങി ചാവും എന്നല്ലേ പറഞ്ഞേക്കണേ, അവളോട് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയും പിണങ്ങും, എന്തായാലും ചന്ദ്രനെ ഞാൻ എങ്ങനെ ചതിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഈശ്വര ചെകുത്താൻ്റെയും കടലിൻ്റെ ഇടയിൽ പെട്ട പോലെ ആയില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബാമ അങ്ങനെ ഈ വിവരങ്ങളൊക്കെ ശ്രുതിയോട് പറയണ്ടേ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് വക്കീലിൻ്റെ അടുത്തേക്കാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ വീടാണ്. അവിടെ ദേവു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ലക്ഷ്മി പൂവൊക്കെ റെഡിയാക്കിയിട്ട് പോവാണ്, സപ്ലൈക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ശരത്ത് പറയണം അമ്മ പൂവയ്യോ ഞാൻ വണ്ടി എടുത്തിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് അമ്മ വന്നെ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയാക്കാന്ന് പറയുമ്പോൾ ശരി പറയുമ്പോഴാണ് ദേവു കയറി വരുന്നത്. അപ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ മോളെ നീ വന്നോ, അമ്മ എവിടേക്കാണ് കടയിലേക്കാണോ, ഞാനും കൂടി വരാൻ പറയുമ്പോൾ വേണ്ട മോളെ നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, നീ റെസ്റ്റ് എടുക്കുക പറയുമ്പോൾ അമ്മ എന്തെങ്കിലും കഴിച്ചോ നോക്കിയപ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറയാം. അപ്പോൾ ശരത്ത് പറയും വെറുതെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല, അമ്മ വെറുതെ നുണ പറയുക പറയുമ്പോൾ അയ്യോ കഴിക്കാൻ നിന്നാൽ ഇനി നേരം വൈകും, ഒത്തിരി ആളുകൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ദേവ് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അമ്മ കഴിച്ചിട്ട് പോയാൽ മതി, ഇങ്ങോട്ട് വന്നേ ഞാൻ എടുത്തു തരാൻ പറഞ്ഞിട്ട് വാടാ പറഞ്ഞിട്ട് ശരത്തിനെയും അമ്മേനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകണം. എന്നിട്ട് ദേവ് തന്നെ ഫുഡ് എടുത്ത് വിളമ്പിയിട്ട് ലക്ഷ്മിക്ക് വാരി കൊടുക്കുമ്പോൾ ശരത്ത് അത് നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയത്താണ് രേവതി വണ്ടിയും കൊണ്ട് വന്നിട്ട് മുറ്റത്ത് വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറുന്നത്. രേവതിയുടെ മനസ്സിലുണ്ടല്ലോ ദേവു ആരുടെയോ കൂടെ ബൈക്കിൽ പോയ കാര്യം. അപ്പോൾ രേവതി പെട്ടെന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച ദേവു അമ്മയ്ക്ക് വാരി കൊടുക്കേണ്ടതാണ് ഭക്ഷണം. അപ്പോൾ ഇത് എന്ത് പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ ചോദിച്ചിട്ട് രേവതി ഓടി വരികയാണ്. അപ്പോൾ ശരത്ത് പറയണ ഒരു വയ്യായിക ഇല്ല ചേച്ചി, അമ്മേ ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു, അപ്പോഴാണ് ദേവു വന്നത്. അപ്പോൾ ദേവു വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് വാരി കൊടുക്കാന്ന് പറയുമ്പോൾ അത് നന്നായി, പണ്ട് അമ്മ ഞങ്ങൾക്ക് കുറേ വാരി തന്നല്ലേ, ഇനി ഞങ്ങൾ വാരി തരണൊക്കെ അമ്മ കഴിക്കുക എന്നൊക്കെ പറയാണ് രേവതി. അല്ല അമ്മേ ദേവുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ദേവുവിനെ പറഞ്ഞു വിട്ട് അമ്മയ്ക്ക് പിന്നെ ആരാ ഭക്ഷണം വാരി തരികയെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും അതിനെന്താ ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വാരി കൊടുക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യടാ മോനെ നീ ആദ്യം പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ നോക്ക്, എന്താ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് രേവതി കളിയോട് കൂടിയിട്ട് ശരത്തിൻ്റെ ചെവിക്ക് പിടിച്ച് കിഴക്കാണ്. അപ്പോൾ ശരത്ത് വിട്ട് വേദനിക്കണു എന്ന് പറയണം. അതെ ആദ്യം നിൻ്റെ ഈ ആഗ്രഹമല്ല, ആദ്യം നീ പഠിച്ചിട്ടൊരു ജോലി മേടിക്കാൻ നോക്ക് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ലക്ഷ്മിയുടെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ലക്ഷ്മി പറയണം മതി മോളെ എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കൊണ്ട് മതിയാക്കിച്ചു. എന്നിട്ട് ലക്ഷ്മി ഇറങ്ങാണ്, ഞാൻ പോയിട്ട് വരാം മോളെ പറയണ രേവതിയോട്. അപ്പോൾ നമ്മുടെ ശരത്ത് പറയണം അമ്മ ഞാൻ വരാം ഞാൻ കൊണ്ടുപോയാക്കാൻ പറഞ്ഞിട്ട് ശരത്ത് അങ്ങനെ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വരാട്ടോ പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞിട്ട് അങ്ങനെ ശരത്തും ലക്ഷ്മിയും കൂടി പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് ദേവ് പറയണ ചേച്ചിക്ക് ഞാൻ കഴിക്കാൻ എടുക്കാട്ടോ പറയുമ്പോൾ നിൽക്ക് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറയണ രേവതി. എന്നിട്ട് ദേവുവിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടിട്ട് ചോദിക്കണം, ഞാൻ ഓപ്പണായിട്ട് ഞാൻ ചോദിക്കാം, നീ ആരുടെ കൂടെ എന്ന് ബൈക്കിൽ കറങ്ങിയായിരുന്നു നോക്കുമ്പോൾ ബൈക്കിലും അതെ നീ ഇന്ന് ഒരാളുടെ ബൈക്കിൽ കറങ്ങണം കണ്ടല്ലോ ഞാൻ എന്ന് പറയുമ്പോൾ അത് പിന്നെ എൻ്റെ ഫ്രണ്ടാ ചേച്ചി പറയും. വെറും ഫ്രണ്ടൊന്നല്ല നിൻ്റെ മുഖം കണ്ട എനിക്കറിയാം ദേവു സത്യം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട്, പരസ്പരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയും. അപ്പോൾ ചോദിക്കും അത് ആരാ എവിടുന്നാ പരിചയം ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാന്ന് പറയണത് ദേവു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്നെ അറിയാം, അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനാണ് തീരുമാനം, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് അവരുടെ ആഗ്രഹം, പക്ഷെ ഞാനാണ് സമ്മതിക്കാത്തത്, എനിക്ക് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം.
അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറയും, അപ്പം നീ എന്താ ഇത് പറയാൻ എന്നോട് ചോദിക്കുമ്പോൾ, ഞാൻ സത്യത്തിൽ ഇത് ചേച്ചിയോട് പറയണം വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പേടിയായിട്ടാണ് ചേച്ചി ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറയണ. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയണം. അപ്പോൾ ദേവു ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിന്ന് രേവതി പെട്ടെന്ന് ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, എനിക്കറിയാം നീ കുഴപ്പത്തിലൊന്നും ചാടില്ല, എന്തായാലും നീ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ കുടുംബമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയ ആൾ തന്നെയാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എനിക്കറിയാം നീ കുഴപ്പത്തിലൊന്നും പോയി ചാടില്ലെന്ന്. എന്നാലും ദേവു ശ്രദ്ധിക്കണം, കേട്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ടില്ലേ, കല്യാണം ആയിട്ടില്ലേ, ഒന്നും ആയിട്ടില്ല, എന്തായാലും നീ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ദേവ് പറയണേ, എനിക്കറിയാം ചേച്ചി, ആരെയും നാണം കെടുത്തി ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ കല്യാണം എന്തായാലും ചേച്ചിയുടെയും അമ്മയുടെയും ശരത്തിൻ്റെയും സച്ചേട്ടൻ്റെയും ഒക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഉണ്ടാവുള്ളൂ. ആരെയും വിഷമിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ആരും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് സന്തോഷമാവാണ്. കൊച്ചു കള്ളി, നീ എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഇത് മറച്ചു വെച്ചൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിൻ്റെ ചെവിക്കണോ, ചെവി പിടിക്കല്ലേ ചേച്ചി, പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതൊന്നും ചേച്ചി ആരോടും പറയരുത്, സച്ചേട്ടനോടോ ശരത്തിനോടോ അമ്മയോടോ ഒന്നും പറയരുത്, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനായിട്ട് പറയണില്ലേ, നീ ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ, അപ്പം നീ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറയാം ചേച്ചി എന്നൊക്കെ പറയാണ്. അതുവരെ ആരും അറിയരുതെന്ന് പറയാണ് രേവതിയോട് ദേവു. അങ്ങനെ ദേവുവിനോട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി, ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഫോൺ അടിക്കുക. അപ്പോൾ ദേവുവിനോട് പറയും, ഫോൺ അടിക്കണ്ടേ, ചിലപ്പോൾ അമ്മയോ നീ പോയി ഫോൺ എടുക്കുക, ഞാൻ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ രേവതി പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് സ്കൂട്ടിയുടെ അവിടെ എത്തണ രേവതി പറയാണ്, മനസ്സിൽ വിചാരിക്കണം, ഇവളെ എന്താ സച്ചേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞു, ഇവളെ അങ്ങനെയല്ലല്ലോ ഉണ്ടാവാറ്, ഇത് സച്ചേട്ടനോട് പറയണ്ടെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. എനിക്കിപ്പോൾ അത് സച്ചേട്ടനോട് പറയാതിരിക്കാൻ പറ്റുമോ, ഞാൻ എന്തായാലും ഇത് സച്ചേട്ടനോട് പറയും, സച്ചേട്ടൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് രേവതി സ്കൂട്ടി എടുത്തിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി വക്കീൽ ഓഫീസിൽ പോയേക്കാണ്, വക്കീലിനെ കാണുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഒരു ഡിവോഴ്സ് വേണം പറയുമ്പോൾ, ഇത്രയും പ്രായമായില്ലേ, ഇനി ഈ പ്രായത്തിൽ ഡിവോഴ്സ് വേണം, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോട് ചോദിക്കുമ്പോൾ പറയും, അല്ല സാർ എനിക്കല്ല ഡിവോഴ്സ്, എൻ്റെ മോനാ പറയുമ്പോൾ, മോനോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മോന് ഡിവോഴ്സ് വേണം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി വക്കീലിനെ കാണാൻ, ശ്രുതിക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വക്കീലിനെ കണ്ട ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്